2023 ജനുവരി 18 മുതൽ 2026 ഓഗസ്റ്റ് 3 വരെ നീതിക്കു വേണ്ടിയുള്ള നീണ്ട 3 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ വിധി വന്നു. ബ്രിജ്ഭൂഷൺ സിംഗിനെ കോടതി വെറുതെ വിട്ടെന്ന്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിധി, ഏറ്റവും നിരാശാജനകം. തുടക്കം മുതൽ തന്നെ സർക്കാരും ഭരണകൂടവും അടങ്ങുന്ന സംവിധാനം ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാനാണ് പ്രവർത്തിച്ചത്. ഭരണകക്ഷിയിലെ ശക്തനായ ഒരു നേതാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കാൻ പോലും ഞങ്ങൾക്ക് അതിയായ ധൈര്യം സംഭരിക്കേണ്ടി വന്നു. സർക്കാരിലെ സ്വാധീനവും രാഷ്ട്രീയത്തിലെ സ്വാധീനവും ബ്രിജ്ഭൂഷൺ ഉപയോഗിച്ചു. ലൈംഗിക പരാതി നൽകിയ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി. വിധിയിൽ നിരാശയുണ്ട്, എന്നാൽ പോരാട്ടം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. BJP നേതാവും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കുറ്റമുക്തനാക്കിയ കോടതി വിധിക്ക് പിന്നാലെ ഇന്ത്യയുടെ അഭിമാന ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. ഭരണകക്ഷിയിലെ ശക്തനായൊരു രാഷ്ട്ര നേതാവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കാൻ പോലും സ്വന്തം കരിയറും ജീവിതവും പണയം വെച്ച് തെരുവിലിറങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ വാക്കുകളാണിത്. 3 വർഷത്തെ നീണ്ട പോരാട്ടത്തിന് ശേഷം നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് വിനേഷിന്റെ മാത്രം നിരാശയല്ല, മറിച്ച് രാഷ്ട്രീയ അധികാരവും ലിംഗാധികാരവും ഉള്ളവർക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഈ രാജ്യത്തെ ഓരോ സ്ത്രീയുടെയും സങ്കടവും രോഷവുമാണത്. 2023 വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ ഉൾപ്പെടെയുള്ള മുൻനിര ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായി രംഗത്തെത്തിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും WFI അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗുസ്തി താരങ്ങൾ മാസങ്ങളോളം ജന്തർ മന്ദറിൽ അനിശ്ചിതകാല സമരം നടത്തി. പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളെ ഡൽഹി പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ചു, അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടിയ താരങ്ങൾ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിരിക്കേണ്ടി വന്നു. ഡൽഹി പോലീസ് ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ല. സുപ്രീം കോടതിയുടെ ഇടപെടലിന് ഒടുവിലാണ് ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. വിശദമായ അന്വേഷണത്തിന് ശേഷം 2023 ജൂൺ 15 1500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ ചുമതല വഹിച്ച സമയത്ത് ഇന്ത്യയിലും വിദേശത്തും വെച്ച് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു വിചാരണ നേരിട്ടത്. പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരത്തിന്റെ പരാതിയിൽ പോക്സോ കേസടക്കം ബ്രിജ്ഭൂഷണെതിരെ പോലീസ് എടുത്തിരുന്നെങ്കിലും ആ പരാതി പിന്നീട് പിൻവലിച്ചു. കൂട്ടത്തിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഈ കുടുംബത്തിന് പരാതി പിൻവലിക്കാൻ ബ്രിജ്ഭൂഷന്റെ ഇഷ്ടക്കാരിൽ നിന്നും കനത്ത സമ്മർദ്ദമുണ്ടായിരുന്നതായാണ് വിലയിരുത്തപ്പെട്ടത്. 2024 പരാതിയിൽ ഉറച്ചുനിന്ന 6 വനിതാ ഗുസ്തി താരങ്ങളുടെ പരാതികളിൽ കോടതി കുറ്റം ചുമത്തി വിചാരണ ആരംഭിച്ചു. 3 വർഷങ്ങൾക്കിപ്പുറം എന്താണ് സംഭവിച്ചത്? ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ ബ്രിജ്ഭൂഷൺ സിംഗിനെയും സഹപ്രതിയായ വിനോദ് തോമറിനെയും കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി റൌസ് അവന്യൂ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് രാജ്യത്തിന്റെ യശസ്സു തട്ടിയ നമ്മുടെ താരങ്ങൾ രാഷ്ട്രീയ അധികാരത്തിനുമേൽ കെട്ടിപ്പടുത്ത ഒരു ചൂഷക വ്യവസ്ഥയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണോ എന്ന ചോദ്യമാണ് നാം ഉയർത്തേണ്ടത്. നിയമപരമായും രാഷ്ട്രീയമായും എന്ത് തന്നെ തിരിച്ചടി ഉണ്ടായാലും കേസുമായി മേൽക്കോടതികളിൽ മുന്നോട്ട് പോകുമെന്ന വനിതാ ഗുസ്തി താരങ്ങളുടെ ദൃഢനിശ്ചയത്തിലാണ് ഇനി നീതി തേടുന്നവരുടെ പ്രതീക്ഷ.